ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഏപ്രിൽ മാസം മുതൽ പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചിരിക്കുകയാണ്. നിരവധി മാറ്റങ്ങളാണ് സാമ്പത്തിക മേഖലയിലും ബാങ്കിംഗ് മേഖലയിലും വന്നിരിക്കുന്നത്. പൊതുമേഖല, സ്വകാര്യ മേഖല, സഹകരണ മേഖല ബാങ്കുകളിൽ ഏത് തരം ബാങ്ക് അക്കൗണ്ടുകൾ ഉള്ളവരാകട്ടെ അവരെല്ലാം തന്നെ അറിഞ്ഞിരിക്കേണ്ട പ്രധാന അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിഴ അടയ്ക്കേണ്ടതായി വരും. ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക. ബാങ്കിംഗ് നിയമങ്ങളിൽ ഉൾപ്പെടെ ഏപ്രിൽ മാസം മുതൽ മാറ്റങ്ങളുണ്ട്. ഈ ഏപ്രിൽ മാസത്തിൽ പുതിയ സാമ്പത്തിക വർഷത്തിൽ നിങ്ങളുടെ വാർഷിക വരുമാനം 12 ലക്ഷം രൂപ വരെയാണെങ്കിൽ നിങ്ങൾക്ക് ആദായ നികുതി നൽകേണ്ടതില്ല എന്നത് ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. ഇത് കൂടാതെ തന്നെ ശമ്പളക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് 75,000 രൂപയുടെ സ്റ്റാൻഡേർഡ് കിഴിവും ലഭിക്കുന്നതാണ്. പുതിയ നികുതി സമ്പ്രദായ പ്രകാരം 12,75,000 രൂപ വരെയുള്ള വരുമാന നികുതി രഹിതമാക്കും. അടുത്തത് ATM വഴി പണം പിൻവലിക്കുന്നത് ഇനി കൂടുതൽ ചിലവേറിയതാകും. ട്രാൻസാക്ഷൻ ചാർജ് 2 രൂപ വർദ്ധിപ്പിച്ച് 23 രൂപയാക്കുവാൻ RBI അനുമതി നൽകിയതോടെയാണ് ഇത് നടപ്പിലാകുന്നത്. മെയ് 1 തീയതി മുതൽ പുതിയ മാറ്റം നിലവിൽ വരും. ഓരോ മാസവുമുള്ള 5 സൗജന്യ ഉപയോഗത്തിന് ശേഷമാകും ഈ നിരക്കുകൾ ഈടാക്കുക. 5 സൗജന്യ ഇടപാടുകൾക്ക് ശേഷം വരുന്ന ഓരോ ATM പിൻവലിക്കലിനും 23 രൂപ വരെ ബാങ്കുകൾക്ക് ഈടാക്കാമെന്ന് RBIയുടെ സർക്കുലറിൽ പറയുന്നുണ്ട്. മറ്റ് ബാങ്കുകളുടെ ATMകളിൽ 3 തവണ സൗജന്യമായി പണം പിൻവലിക്കാം. അടുത്തത് SBI, കാനറ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക് തുടങ്ങിയ പ്രമുഖ ബാങ്കുകൾ അവരുടെ മിനിമം ബാലൻസ് ആവശ്യങ്ങൾ പുതുക്കുകയാണ്. നിങ്ങളുടെ അക്കൗണ്ടിൽ ആവശ്യമായ ബാലൻസ് നിലനിർത്തിയില്ലെങ്കിൽ ഈ മാസം മുതൽ തന്നെ നിങ്ങൾ പിഴ നേരിടേണ്ടതായി വരും. അതിനാൽ മിനിമം ബാലൻസ് സൂക്ഷിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അടുത്തത് ബാങ്ക് വായ്പകൾ അനുവദിക്കുന്നതിൽ മുൻഗണനാക്രമം പാലിക്കുന്നത് സംബന്ധിച്ച് RBIയുടെ പുതിയ ചട്ടം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. വായ്പകൾ ആവശ്യക്കാരിലേക്ക് എത്തുന്നു എന്ന് ഉറപ്പിക്കുന്നതിനാണ് RBI മുൻഗണനാക്രമം നിശ്ചയിച്ചിരിക്കുന്നത്. മുൻഗണനയുള്ള മേഖലയിൽ വായ്പാ പരിധി ഉയർത്തുന്നതിനും ബാങ്കുകളോട് RBI ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹൗസിംഗ്, കൃഷി, MSME, കയറ്റുമതി, വിദ്യാഭ്യാസം, പൊതുനിർമ്മാണം തുടങ്ങിയ മേഖലകളെയാണ് RBI മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹൗസിംഗ് ലോൺ ഉൾപ്പെടെയുള്ള വായ്പകളുടെ പരിധി ഉയർത്താൻ റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹൗസിംഗ് സെക്ടറിൽ 3 വിഭാഗങ്ങളായി തിരിച്ചാണ് വായ്പാ തുക നിശ്ചയിച്ചിരിക്കുന്നത്. 50 ലക്ഷം ജനസംഖ്യയുള്ള കേന്ദ്രങ്ങളിൽ 50 ലക്ഷം രൂപയാണ് വായ്പാ പരിധി. 10 ലക്ഷം മുതൽ 50 ലക്ഷം വരെ ജനസംഖ്യയുള്ള പ്രദേശങ്ങളിൽ 45 ലക്ഷവും 10 ലക്ഷത്തിന് താഴെ ജനസംഖ്യയുള്ള പ്രദേശങ്ങളിൽ 35 ലക്ഷവുമാണ് ഹൗസിംഗ് ലോൺ അനുവദിക്കുക. വ്യക്തിഗത വായ്പകളുടെ പരിധി 10 ലക്ഷം രൂപയായിട്ടും നിജപ്പെടുത്തിയിട്ടുണ്ട്. ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. അതിനാൽ ബാങ്ക് അക്കൗണ്ടുകൾ ഉള്ളവരെല്ലാം ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.